വി.ഡി. സതീശനെതിരെ കോൺഗ്രസിന്റെ പടയൊരുക്കമാണ് നടക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി.വി. അൻവറിനെ ഒപ്പം നിർത്താതെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അടക്കം ചൊടിപ്പിച്ചത്. അൻവറിനെ അനുനയിപ്പിച്ചു ഒപ്പം നിർത്തണമെന്നായിരുന്നു മുതിർന്ന നേതാക്കളായ കെ. സുധാകരനും രമേശ് ചെന്നിത്തല എന്നിവരടക്കം നിലപാട് പറഞ്ഞത്. എന്നാൽ വി.ഡി. സതീശൻ ഇവരുടെ അഭിപ്രായങ്ങളെ ഒന്നും മുഖവിലക്കെടുത്തില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സതീശൻ സ്വേച്ഛാധിപതി എന്ന പോലെ പെരുമാറുകയാണെന്നും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സതീശനായിരിക്കുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ സതീശൻ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. രമേശ് ചെന്നിത്തലയാണ് സതീശനെതിരായ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കിയതിന് അതൃപ്തിയുള്ള സുധാകരനെയും രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പം നിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് സതീശന്റെ ശൈലിയിൽ കടുത്ത വിയോജിപ്പുമുണ്ട്. ലീഗ് നേതൃത്വത്തിന്റെ പിന്തുണ ചെന്നിത്തലയ്ക്കും സുധാകരനും ലഭിക്കുന്നുമുണ്ട്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ ഏതാനും യുവനേതാക്കൾ സതീശനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. തുടക്കം മുതലേ അൻവറിനൊപ്പമുള്ള പ്രതിപക്ഷ നേതാവിന്റെ സമീപനം അല്പം ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്ന വിഷയത്തെ എടുത്തുചാട്ടം കൊണ്ട് വഷളാക്കി. 2024 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അർഹിക്കുന്ന പരിഗണന ഉറപ്പു നൽകി നിലമ്പൂരിൽ അൻവറിന്റെ പിന്തുണ ഉറപ്പാക്കുകയായിരുന്നു ചെയ്യേണ്ടി ഇരുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു അഭിപ്രായമുണ്ട്. LDF സ്ഥാനാർത്ഥിയായി M. സ്വരാജ് എത്തിയതോടെ UDFന്റെ ആധിപത്യം നഷ്ടമായി. അപ്പോഴെങ്കിലും അൻവറിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനോട് വിയോജിപ്പുള്ള ലീഗ് വോട്ടുകൾ അൻവറിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് UDFന്റെ വിജയത്തെക്കാൾ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വിവേകപൂർവ്വം തീരുമാനമെടുക്കുകയായിരുന്നു സതീശൻ ചെയ്യേണ്ടതിരുന്നത് എന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. അൻവറിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താത്തതിൽ മുസ്ലിം ലീഗിനും കടുത്ത അതൃപ്തിയുണ്ട്. അതും സതീശനോടാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസം ചേർന്ന ലീഗ് നേതൃത്വത്തിൽ സതീശനെതിരെ വിമർശനം ഉയരുകയാണ്. ഏകാധിപത്യ പ്രവണതയാണ് മുന്നണിയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശൻ പുലർത്തുന്നത് എന്നാണ് നേതൃയോഗത്തിനുള്ളിൽ ഉയർന്ന പ്രധാന വിമർശനം. അൻവർ വിഷയം നീട്ടിക്കൊണ്ടുപോയി വഷളാക്കി. ലീഗിൽ ഒരു കാലത്തും ഇല്ലാത്ത അവഗണനയാണ് കോൺഗ്രസിൽ നിന്നും ഉണ്ടായത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ പാർട്ടിക്ക് മറ്റു മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയാണെന്നും വിമർശനങ്ങൾ പോകുന്നുണ്ട്. അതേസമയം നിലമ്പൂരിൽ വിജയിക്കണമെങ്കിൽ പി.വി. അൻവറിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് UDFും ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് UDF പ്രവേശനത്തിൽ അന്തിമ തീരുമാനമാകണമെന്നായിരുന്നു അൻവറിന്റെ പ്രധാന ആവശ്യം. രണ്ടാമത്തേത് നിർദ്ദേശം DCC അധ്യക്ഷൻ VS ജോയിയെ UDF സ്ഥാനാർത്ഥി ആക്കണമെന്നായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിനെതിരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് അൻവർ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത്. പിണറായിസം അവസാനിപ്പിക്കാൻ ഏത് ചെകുത്താനെയും പിന്തുണയ്ക്കും എന്ന അൻവറിന്റെ പ്രസ്താവന കോൺഗ്രസിനെ ഏറെ ആശ്വസിപ്പിച്ചിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം അൻവർ നിലപാട് മാറ്റി. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്നും UDFിൽ അംഗമാവുന്നതല്ല പ്രധാന പ്രശ്നമായിരുന്നു അൻവറിന്റെ അടുത്ത ദിവസത്തെ പ്രതികരണം. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കുന്നില്ലെന്ന നിലപാട് കടുപ്പിച്ചു. ഇതോടെ UDF നേതാക്കൾ നിരന്തരമായി അൻവറുമായി ചർച്ചകൾ നടത്തി. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടത്തിയ പരസ്യ പ്രതികരണം പിൻവലിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ വി.ഡി. സതീശന്റെ നിലപാട്. തന്റെ UDF പ്രവേശനം ഇല്ലാതാക്കിയത് വി.ഡി. സതീശനാണെന്നും സതീശൻ നയിക്കുന്ന UDFിലേക്ക് ഇല്ലെന്നുമായിരുന്നു അൻവറിന്റെ അവസാന പ്രതികരണം. ഇതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി പി.വി. അൻവറിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. സതീശൻ മാത്രം ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല അൻവറിന്റെ UDF പ്രവേശനം എന്ന കോൺഗ്രസ് നേതാവ് കെ. സുധാകരന്റെ പരസ്യ പ്രസ്താവനയും കോൺഗ്രസിൽ അനൈക്യം സൃഷ്ടിച്ചിട്ടുണ്ട്. നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും വർദ്ധിച്ചു. ഇനി ചർച്ചയില്ല എന്നാണ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച് അൻവർ നിലപാടെടുത്തിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തള്ളിവിട്ടത് ഉത്തരവാദിത്തം പൂർണ്ണമായും സതീശന്റേത് മാത്രമാണെന്നാണ് ലീഗ് നേതൃത്വം പറഞ്ഞത്. P.K. കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അൻവറിനെ മുന്നണിയിലെടുക്കാനുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് സതീശൻ അൻവറിനെ തള്ളിയത്. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ ലീഗ് നേതൃത്വം കോൺഗ്രസിലെ ഒരു വിഭാഗം വി.ഡി. സതീശനെതിരെ പടവാളെടുക്കുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്.
തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന റിഹേഴ്സലായി നിലമ്പൂർ മാറുമെന്നായിരുന്നു ഇരു മുന്നണികളും അവകാശപ്പെട്ടിരുന്നത്. ഭരണത്തെ വിലയിരുത്തലാവും തിരഞ്ഞെടുപ്പ് ഫലം എന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്. എന്നാൽ ഭരണ തുടർച്ചയെന്ന സ്വപ്നത്തിന് തിരിച്ചടിയാകും നിലമ്പൂരിലെ ജനഹിതം എന്നാണ് UDFന്റെ പ്രതികരണം. എന്നാൽ അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിന് അപ്പുറം വ്യക്തിപരമായ പ്രത്യാരോപണങ്ങളാൽ കലങ്ങിക്കിടക്കുകയാണ്. ഇടതു വലത് സ്ഥാനാർത്ഥികളെ ഒരുപോലെ ആക്രമിച്ചാണ് അൻവറിന്റെ മുന്നേറ്റം. 2 തവണ MLA ആയിരുന്ന തനിക്ക് മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായും അടുത്ത ബന്ധമുണ്ട് എന്നാണ് അൻവറിന്റെ വാദം. വോട്ടുകൾ വിഭജിക്കപ്പെടുന്നത് ആർക്ക് ഗുണമാകുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിലമ്പൂരിന്റെ അവസ്ഥ ഇപ്പോൾ. VD സതീശനും പിണറായി വിജയനും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് അൻവർ പറയുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ അഴിമതി ആരോപണവും ഉയർത്തുന്നുണ്ട് അൻവർ. തുടർ ദിവസങ്ങളിൽ നിലമ്പൂരിന്റെ അവസ്ഥയും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അൻവർ ആണെങ്കിൽ നിലപാട് മാറ്റി കളിച്ചിരിക്കുകയാണ്. സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ് അൻവർ ഇപ്പോൾ.